നമസ്കാരം. വരെ രാഷ്ട്രീയത്തിൽ ഒരു കോമാളിയുടെ പരിവേഷം തീർക്കുകയാണ് PV അൻവർ. തേനീച്ചകൾ കൂട്ടിനു ചുറ്റും തമ്പടിക്കുന്നത് പോലെ ആദ്യം മാധ്യമപ്പട തന്നെ എത്തി. രാഷ്ട്രീയ കടന്നലുകൾ ഒന്നു തണുത്തപ്പോൾ ചൂടുപിടിപ്പിക്കാനായി പാർട്ടി പ്രഖ്യാപനം എന്ന തള്ള് അൻവർ തള്ളിവിട്ടത്. ഈ സമയത്ത് ആര് അൻവറുമായി സംസാരിച്ചാലും അതൊക്കെ തനിക്ക് പിന്തുണ നൽകാൻ എത്തുന്നതാണ് എന്ന് അങ്ങ് തള്ളിവിടും. അങ്ങനെ പിന്തുണ ഉണ്ടെന്ന് അൻവർ തള്ളിയവരുടെ കൂട്ടത്തിൽപ്പെടുന്ന പേരുകളാണ് KT ജലീൽ, നിലമ്പൂർ ആയിഷ എന്നിവരും. പാർട്ടി നടപ്പിലാക്കിയാൽ കിട്ടുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് പിന്നീടാണ് അൻവർ ഓർമ്മിച്ചത്. ഒടുവിൽ PV അൻവറിന്റെ DMK പിറവിയെടുത്തു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങ് ഗൂഡല്ലൂരിൽ നിന്നും ടാക്സി വിളിച്ചാണ് ആളെ കൂട്ടിയത്. തലയും വാലുമില്ലാതെ പിറന്നു വീണ ഒരു തട്ടിക്കൂട്ട് പാർട്ടി എന്ന് അൻവറിന്റെ DMK വിശേഷിപ്പിക്കാനാവും. എന്നാൽ അൻവർ തന്റെ നയം തന്നെ മാറ്റി. താൻ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് സംഘടന എന്നാണ് പുതിയ നിലപാട് സ്വീകരിച്ചത്. പിന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ പാർട്ടിയിൽ ആളെ കൂട്ടാനായി പിന്തുണ തേടിയുള്ള അൻവറിന്റെ കുറിപ്പുകളാണ്. പിന്തുണ തേടി തമിഴ്നാട്ടിലും എത്തി. അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ ഇതിലും കഷ്ടമാണ്. അൻവറിന്റെ പാർട്ടി വേണ്ട എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. കാര്യം അവിടം കൊണ്ട് തീർന്നില്ല. അവിടെ നിന്നും നേരെ പിന്തുണ തേടിയെത്തിയത് മമതയുടെ അടുത്താണ്. അവിടെയും പിന്തുണ കിട്ടിയില്ല. പിന്നെ തിരികെ തന്റെ പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക് പോകാനുള്ള നീക്കത്തിലാണ്. എന്നാൽ ജനകീയ യാത്രയുടെ നോട്ടീസിലും അൻവറിന്റെ ഈ തള്ളിന് കുറവൊന്നുമില്ല. അതും അവിടെയും കാണാം. യാത്രയിൽ ഉദ്ഘാടകനായി വച്ചിരിക്കുന്നത് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ പേരാണ്. എന്നാൽ പ്രതിഷേധ യാത്രയുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അനുവാദമില്ലാതെയാണ് തന്റെ ചിത്രം വെച്ച് PV അൻവർ പോസ്റ്റർ അടിച്ചത്. പ്രതിഷേധ യാത്ര ഉദ്ഘാടനം ചെയ്യുമോ എന്ന PV അൻവർ എന്നോട് ചോദിച്ചിരുന്നു. ഒന്ന് ചോദിച്ചതേ ഉള്ളൂ, എന്നാൽ പങ്കെടുക്കില്ല എന്ന് പിന്നീട് അറിയിച്ചിരുന്നുവെന്നും ND അപ്പച്ചൻ വ്യക്തമാക്കി. ഇതിനിടെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് PV അൻവറുമായി യോജിക്കുന്നതിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും ND അപ്പച്ചൻ വ്യക്തമാക്കി. KPCC പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിയാലോചിച്ചു. ഇതിനുശേഷമാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതെന്നും ND അപ്പച്ചൻ വ്യക്തമാക്കുന്നുണ്ട്. വന നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് നടക്കുന്ന ജനകീയ യാത്ര പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ജനുവരി 3, 4, 5 തീയതികളിലായി വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് ജനകീയ യാത്ര നടക്കുന്നത്. എന്തായാലും അപ്പച്ചന്റെ പിന്മാറ്റത്തോടെ അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള വഴി ഏതാണ്ട് അടഞ്ഞ മട്ടാണ്. എന്നാൽ അൻവറിന്റെ വരവിനോട് സുധാകരന് അനുകൂല നിലപാടാണ്. എന്നാൽ VD സതീശൻ ഇക്കാര്യത്തിൽ പൂർണ്ണ വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്.